നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഡെസ്റ്റിനേഷൻ ഡയറീസിലൂടെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഒരു പ്രേത നഗരത്തെക്കുറിച്ച്. തമിഴ്നാട്ടിലെ ഏത് പട്ടണങ്ങളെയും വെല്ലുന്ന നഗരമായിരുന്നു അന്നത്. ആ കൊടുങ്കാറ്റ് ഇന്നതൊരു പ്രേത നഗരമാണ്. രാമേശ്വരത്ത് നിന്ന് 22 കിലോമീറ്റർ ദൂരമുണ്ട് ധനുഷ്കോടിയിലേക്ക്. വില്ലിന്റെ വളഞ്ഞ അഗ്രം പോലെ ആകൃതിയുള്ള മുനമ്പ് ആയതിനാലാവാം ധനുഷ്കോടി എന്ന പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. കുറച്ചു ദൂരം താണ്ടിയാൽ ഇരുവശവും സമുദ്രതീരമുള്ള റോഡ്. തെക്ക് കിഴക്കേ വശത്ത് ശാന്തമായ ബംഗാൾ ഉൾക്കടലും തെക്ക് പടിഞ്ഞാറേ വശത്ത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രവും. 1964 ഡിസംബർ 22 വരെ ഇവിടെ റെയിൽ ഗതാഗതം ഉണ്ടായിരുന്നു. 1913 ദക്ഷിണേന്ത്യൻ റെയിൽവേ ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. 1964 ഡിസംബർ 22 രാത്രി 10 മണിക്ക് മദ്രാസ് എഗ്മോറിൽ നിന്നും മധുര രാമേശ്വരം വഴിയുള്ള ബോട്ട് മെയിൽ എന്ന ട്രെയിൻ അവസാന സ്റ്റേഷനായ ധനുഷ്കോടിയിലേക്ക് എത്തുകയാണ്. കനത്ത മഴ, കൊടുങ്കാറ്റ്. അവസാനത്തെ സിഗ്നൽ കാത്ത് ട്രെയിൻ കുറേ നേരം നിർത്തിയിട്ടു. അരമണിക്കൂർ കാത്തിട്ടും സിഗ്നൽ കിട്ടിയില്ല. വാർത്താവിനിമയ ബന്ധങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. എന്തും വരട്ടെ എന്ന ധൈര്യത്തിൽ എഞ്ചിൻ ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു. എതിരെ വേറെ ട്രെയിനുകളൊന്നും വരാനില്ലല്ലോ. അതൊരു അവിവേകമായിരുന്നു. ട്രെയിൻ എത്തുമ്പോഴേക്കും കൂറ്റൻ തിരമാലകളും കൊടുങ്കാറ്റും ധനുഷ്കോടിയെ നിത്യനാശത്തിന്റെ കടൽത്തിരകളിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞിരുന്നു. റെയിൽപാത പോലും പൊക്കിയെടുത്ത ഭീകര തിരമാലകൾ ട്രെയിനിനെയും 100ഓളം യാത്രക്കാരെയും ജീവനക്കാരെയും കടലിന്റെ അഗാധതയിലേക്ക് കൊണ്ടുപോയി. അധികമാരും അറിഞ്ഞില്ല ആ ദുരന്തം. മാധ്യമങ്ങൾ അധികമില്ലായിരുന്ന കാലമായിരുന്നു അത്. കേരളത്തിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒറ്റ ടിക്കറ്റിൽ കൊളംബോ വരെ പോകാമായിരുന്നു. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് 31 കിലോമീറ്റർ മാത്രം ദൂരം. ആവിക്കപ്പലിലെത്തി കണക്ഷൻ ട്രെയിനിൽ കൊളംബോ വരെ. 1964 ഡിസംബർ 22 രാത്രി 10 മണിയോടെ അത് ചരിത്രമായി മാറി. അന്നത്തെ കൊടുങ്കാറ്റിലും സുനാമിയിലും 2000-ലധികം ആളുകൾ മരിച്ചു എന്നാണ് വിവരം. ഇന്നത്തെ ഏത് തമിഴ് പട്ടണങ്ങളെയും വെല്ലുന്ന പട്ടണമായിരുന്നു ധനുഷ്കോടി. ആ സുനാമി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് തലയുയർത്താൻ ധനുഷ്കോടി എന്ന ആധുനിക നഗരം നിലനിന്നേനെ. ഇന്ന് പ്രേത നഗരത്തെ പോലെ പോയ കാലത്തിന്റെ അവശിഷ്ട പഞ്ചരങ്ങൾ ബാക്കി വെച്ചത് പൊള്ളുന്ന വെയിലിൽ നമ്മെ ഒരു ഗതകാല സ്മരണയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഇതൊക്കെ മതിയാകുമെന്ന നിലയിലാണ്. ചരിത്രമറിയാൻ ശ്രമിക്കുന്ന സഞ്ചാരികളുടെ മനസ്സിലെ നോവാണ് ധനുഷ്കോടി. ഈ ദുരന്തത്തിന് ശേഷം അവിടെ ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന് കണക്കില്ല. വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്ഷണമില്ല. ആയിരങ്ങൾ പലായനം ചെയ്തു. എങ്കിലും എന്നെങ്കിലും വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരുമെന്ന ഒറ്റ വിശ്വാസത്തിൽ ഇന്നും 100-ൽ പരം കുടുംബങ്ങൾ കനത്ത ചൂടും ബുദ്ധിമുട്ടുകളും സഹിച്ച് ഓലപ്പുരകളിൽ കഴിയുന്നു. ദുരന്തബാധിത പ്രദേശമെന്ന നിലയിൽ ഈ നഗരത്തെ പുനർനിർമ്മാണത്തിന് താല്പര്യം കാണിക്കാതെ തമിഴ്നാട് സർക്കാർ അലംഭാവം കാണിക്കുന്നു. ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ ചെറുത്തുനിൽപ്പിൽ സർക്കാർ പിൻവാങ്ങി. വെളിച്ചത്തിനായി സോളാർ പാനലുകൾ സ്ഥാപിച്ചു കൊടുത്തു ഓരോ കുടിലും. കുടിവെള്ളം, ആഹാരം തേടൽ ഇന്നും അവർക്കൊരു ബാലികേറ മല പോലെയാണ്. ഇന്ന് ടൂറിസം അവർക്കൊരു വരുമാന മാർഗമാണ്. മീൻപിടുത്തവുമുണ്ട്. പക്ഷെ സീസൺ കഴിഞ്ഞാൽ വീണ്ടും ദുരിതത്തിലേക്ക്. എങ്കിലും തലമുറകളുടെ ഓർമ്മകൾ അടക്കം ചെയ്ത പിറന്ന മണ്ണിനെ വിടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ കുറെ മനുഷ്യജന്മങ്ങൾ. ഒരു കുപ്പി വെള്ളം അവരുടെ പക്കൽ നിന്ന് വാങ്ങുമ്പോൾ ഇരട്ടി വിലയാണ് ഈടാക്കുന്നത്. എങ്കിലും ആരും ചോദിക്കില്ല. അവരുടെ ദുരിതമറിയാം. ദാഹജലത്തിന്റെ വിലയറിയുന്ന നേരവുമാണത്. ഗതകാലത്തിൽ പ്രൗഢമായിരുന്ന പള്ളിയും പോലീസ് സ്റ്റേഷനും സ്കൂളുകളും നേവിയുടെ കെട്ടിടങ്ങളും റെയിൽവേ അനുബന്ധമായ കെട്ടിടങ്ങളും അസ്ഥിവഞ്ചനങ്ങളായി തലയുയർത്തി നിൽക്കും. ഇതായിരുന്നു തമിഴ്നാട്ടിലെ ഏത് പട്ടണങ്ങളെയും വെല്ലുന്ന നഗരമായിരുന്ന ധനുഷ്കോടി. ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഡെസ്റ്റിനേഷൻ ഡയറീസിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.